ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം ഇതുപോലത്തെ വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല, ഇളം വഴുതനങ്ങ എടുക്കാൻ നോക്കുക. ഇത് വിനാഗിരിയിലിട്ട് ഒരു 10-15 മിനിറ്റ് ഇട്ട് കഴുകി എടുത്തതിന് ശേഷം ഇച്ചിരി വലുപ്പത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിലൊക്കെ ഇളക്കി വരുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. കുക്ക് ചെയ്യാൻ എടുക്കുന്നിടം വരെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കറ കൊണ്ട് ഇത് പെട്ടെന്ന് കറുത്തു പോകും. അതുകൊണ്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 5 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇളക്കി നന്നായിട്ട് വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിട വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി, കളറൊന്നും മാറണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി സവാളയൊക്കെ ഒന്ന് വാടി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിയൊക്കെ അനുസരിച്ച് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റി, ഒട്ടും വെള്ളമില്ലാതെ ഊറ്റി കളഞ്ഞിട്ട് വഴുതനങ്ങ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ ആ വഴുതനങ്ങയിലേക്ക് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കല്, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ പാത്രം എടുക്കുമ്പോൾ കട്ടിയില്ലാത്ത സ്റ്റീലിൻ്റെ പാത്രമൊന്നും എടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. നോൺ സ്റ്റിക്ക് പാനോ കട്ടിയുള്ള ചീനച്ചട്ടിയോ ഒക്കെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡിയായി. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക്